ഹേ ഗായ്സ്, രാവിലെയായി. ആക്ച്വലി രാവിലെ 10-11 മണിയായി. അല്ല, 10 മണിയാവാൻ പോകുന്നു തോന്നുന്നു. കുറേ കാര്യങ്ങൾ നടന്നു. എൻ്റെ ഫോണിൽ മെമ്മറി ഇല്ല. അപ്പം എൻ്റെ ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പക്ഷെ രാവിലെ എഴുന്നേറ്റു, ഉപ്പില്ലായിരുന്നു. ഉപ്പ് മേടിക്കാൻ പോയി. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. എന്നിട്ട് ഇപ്പം ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട്. 128 GB ഫോൺ മേടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും സ്പേസ് കാണത്തില്ല. നീ പുതിയ ഫോൺ മേടിച്ചായിരിക്കും. യൂട്യൂബ് റവന്യൂ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മൾ ചോദിക്കത്തുള്ളൂ. യൂട്യൂബ് റവന്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞൊന്നും നോക്കേണ്ട കാര്യമില്ല ഫോൺ മേടിക്കാൻ. സോ അതുകൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് മേടിക്കാൻ പോയി. ഉപ്പ് മേടിച്ചിട്ട് വന്നു. പിന്നെ വർക്ക് ഉണ്ട് എല്ലാവർക്കും ഇന്ന്. അപ്പം ഇന്ന് എല്ലാവരും ജോലി എടുക്കുവാണ്. പിന്നെ ഞങ്ങളോടും പോകുന്നില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വെറുതെ അങ്ങനെ അലവിലായിട്ട് ഇന്ന് വലിയതായിട്ടൊന്നും ഇടത്തില്ല. ജസ്റ്റ് കുറേ ക്ലിപ്സ് മാത്രം ആഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. എടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നടക്കുവാണെങ്കിൽ. അപ്പം അത്രേ ഉള്ളൂ. സീ യു. പീക്കിൽ നിന്നായിരുന്നു മാഗി മാതൃമൂടി. So that happened. It was not good. Like, it was not even pretty. No, why don't we go upstairs to the loft and put this whole kerfuffle to rest? കൊക്കോ ഓഫായി പോയി. ദിവ്യ എനിക്കിന്ന് കൊക്കോ കാണിച്ചു കൊടുക്കാത്ത സമ്മതിക്കൂല. അവളൊന്ന് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. കൊക്കോ Getting Coco from Disney Plus. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. Hey guys, third day of Cardiff. ഇന്നും എല്ലാവർക്കും ജോലിയുണ്ട്. പണിയെടുത്തോണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ചു. രാവിലെ കോൾ ഉണ്ടായിരുന്നു, അറ്റൻഡായി. ഇന്നിനിപ്പം ജോലി തീരുന്ന പോലെ ഇരിക്കും. ഇന്നത്തെ ന്യൂ ഇയർ പ്ലാൻ എന്താന്നുള്ളത് ഇന്നും വലുതായിട്ടൊന്നും കാണത്തില്ല. ഞാൻ കുറച്ച് ബിറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാം. അത്ര തന്നെ. ഹലോ, വർക്കൊക്കെ കഴിഞ്ഞു. സിസ്റ്റമൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പം ടൈം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 5:48 ആയി. ഞങ്ങൾ കാർഡിഫ് ബേ വരെ പോകാനായിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ അല്ലേ. പക്ഷെ തിരിച്ച് ന്യൂ ഇയർ വീട്ടിൽ തന്നെ വരും. വന്നിട്ട് ഇവിടെ തന്നെ ആയിരിക്കും സെലിബ്രേഷനൊന്നുമില്ല. വെറുതെ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വല്ല മൂവിയും വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ തന്നെ സെലിബ്രേഷൻ. റെഡി ആയി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു മേക്കപ്പ് വീഡിയോ പോലെ ചെയ്യാമെന്ന്. സോ ഞാൻ രാത്രി പുറത്ത് പോവുകയാണെങ്കിൽ എപ്പം മേക്കപ്പ് ചെയ്താലും നോർമലി ഞാൻ സൺസ്ക്രീൻ ഇടും. എവിടെയോ വായിച്ചു ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ എന്ന്. സോ വേറെ പരിപാടിയൊന്നുമില്ല. മോയ്സ്ചറൈസർ സൺസ്ക്രീനും കഴിഞ്ഞു. ജസ്റ്റ് പൗഡർ. ഞാൻ ഈ പാട്ട് ഓഫ് ചെയ്ത പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന ചിലപ്പോൾ പ്രോബ്ലം വരും.
എന്ന് തോന്നുന്നു. പൗഡർ എടുത്തു. Just apply my lip balm. എനിക്ക് ഐലൈനർ വരയ്ക്കാൻ അറിയത്തില്ല, പക്ഷെ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐലൈനർ വരയ്ക്കാനായിട്ട്. കച്ചവടത്തിൽ വന്നിട്ടുണ്ട്, കാണുമല്ലോ. വാല് കുറച്ച് കൂടിപ്പോയി ഗൈസ്. വാല് വരയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ദാറ്റ്. പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ കൂടുതൽ ഓവർ ആക്ഷൻ ചെയ്യാതിരുന്നാൽ വളർത്തൊക്കെ വെച്ച് നാളാം. ഇതൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന ആളാണ്. അവളുടെ സാധനങ്ങളാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ബ്ലഷ് എന്തായാലും ഞാൻ മറ്റത് കൊണ്ടുവന്നില്ല. ഞാൻ കണ്ടില്ല ശരിക്കും. സത്യായിട്ടേ അമ്മച്ചിയാണ്. ഹൈലൈറ്റർ അമ്മച്ചിന്റെ ജീവൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് എൻ്റെ പെർഫ്യൂം കൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് റൂട്ടീനൊക്കെ കണക്കാണ്. ത്രെഡൊക്കെ ചെയ്തിട്ട് വർഷം പോകുന്നു. ഇനി നാട്ടിൽ പോയിട്ട് വേണം ഒന്ന് ത്രെഡ് ചെയ്ത് പൊലിപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കാൻ. ഞാൻ ഇവിടെ കൊടുത്തിട്ടൊന്നും എനിക്കൊന്ന് ശരിയായി കിട്ടുന്നില്ല ആക്ച്വലി. സോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പുതുതായിട്ട് മേടിച്ചൊരു റിങ്ങാണിത്. 1 പൗണ്ട് 2 പൗണ്ട് ലൂയിസേന്ന് കിട്ടിയതാ. വെച്ചോട്ടെ. ഓക്കെ, സോ റിങ്. പിന്നെ കുറേ 2-3 റിങ്ങൊക്കെ ഉണ്ട്. അതിനെ കൂടെ വെച്ച് വേണമെങ്കിൽ ഇടാം. അപ്പം അത് ശ്രദ്ധിക്കില്ലല്ലോ എന്താ പരിപാടി. ഇത് കൊള്ളാലോ. അതിനും ചേർച്ചയില്ല. പിന്നെ ഇറങ്ങും കൂടെ ഇട്ട ഇനി നമ്മുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് ലുക്ക് ക്ലോസ് ചെയ്യാം. അതിന് ബ്രേസ്ലെറ്റ് പിന്നെ കുടുങ്ങിപ്പോയ ബ്രേസ്ലെറ്റ്സ് നമ്മൾ നോക്കാമല്ലോ ഗൈസ്. ഇത് നമുക്ക് മാനേജ് ചെയ്യാമല്ലോ. പിന്നെ എന്താ വേണം? ഞാൻ പുതുതായിട്ടൊരു സാധനം വാങ്ങിച്ചു. ന്യൂ അഡീഷൻ ടു മൈ ഇറ്റ്സ് എ ന്യൂ റിങ്. ഇത് കൂടിയിട്ട് നമുക്കതിടാം. എന്തായാലും ഒരു കളറായിട്ട് ഇറങ്ങുമല്ലേ. നല്ല റിങ്ങാണ് ആക്ച്വലി. കാണാവോ? അതൊക്കെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗായ്സ്. ഈ കണ്ണാടി ചുമ്മാ പട്ടി ചോദിക്കി വെച്ചാണ്. ഇത് കളാവ് ഇടിക്ക് ഇവിടെ നിന്ന് മേടിച്ച. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങും. ഇറങ്ങി കഴിച്ചിട്ട് ബാക്കി ചിപ്സ് കാണിക്കാം. ബൈ.
അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ഉറങ്ങുകയാണ്. ക്യാബ് വന്നു. ഇനി ക്യാബിൽ കയറി ഞങ്ങൾ കാഡിഫ് വരെ പോകും. അവിടെ ബോറിംഗ് ആണെങ്കിൽ തിരിച്ചു വരും. അതാണ് പ്ലാൻ. പക്ഷെ സംഭവം ക്യാബ് ക്യാൻസലാക്കി പോയി. ഇപ്പം അടുത്തത് ബുക്കാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് സീ. അവളവിടെ ആൾക്കാർ എവിടെയോ കണ്ടു എന്ന് പറഞ്ഞ് ദേ പോകുന്നത് നോക്കാനായിട്ട്. ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാൻ പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ വരാൻ വേണ്ടിയിരുന്ന സ്ഥലത്തേക്ക് ക്യാബ് പിടിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെ തിരിച്ച് ഇവിടെ കൊണ്ട് നിർത്തി. വി വർ ലൈക്ക് വാട്ട്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഡൂഡ്. ബട്ട് യാ, ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു. ഇവിടെ നോക്കാം ഇനി എന്താണ് ഇവിടുത്തെ സംഭവം എന്ന്. ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഞങ്ങള് പേടിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ സാധാരണ ന്യൂ ഇയർ ടൈമിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്താൽ റിസർവ് ചെയ്യണം റെസ്റ്റോറൻറ്റ്സ്. നമുക്ക് ഇനി പരിപാടി പ്ലാനൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഇവിടെ ഒന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. സോ കയറി ഇവിടെ ഇരിപ്പുണ്ട്. ലെറ്റ്സ് സീ. ഹാപ്പി ന്യൂ ഇയർ. Very good health and for the next year we will be happy and be a very nice year. We will be crying as much we did. Let's try. ഈ ഫ്രൈ ആണ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത്. It's like you ordered this fry. Garlic and parmesan. And then skin on fries. Would you like anything else at all, guys? We ordered it. Which one was that? Chicken. Korean clucker. Korean clucker. ഫുഡ് വന്നു ഗൈസ്. എങ്ങനെയുണ്ടോ നോക്കാം. വിചാരിച്ച സാധനമാണോ വന്നതെന്ന് അറിയത്തില്ല. ലെറ്റ്സ് ട്രൈ. Later also I can't be. I have to think. I will think. I can't make decision abruptly or something like that. That is not me. That is fine. I did not learn. Like this one is something. Your 4 has spaces to sit in. Nice Airbnb we took. Nice Airbnb we took. Exactly 4 we have. Dude, happy New Year, guys! Thanks for all subscribers. To know about Grace. Now I have to make them. ഞങ്ങൾ ഗ്രേപ്സ് കഴിച്ചു. 12 ഗ്രേപ്സ് കഴിച്ചു. ഇനി ഞങ്ങള് ഇപ്പോ ഇതില് ഇവിടുത്തെ ടെറസിൽ പോവാണ്. ഇവിടെ ഫയർ വർക്സ് കാണാനായിട്ട്. ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിലും ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇങ്ങ പോരും. മഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ ഈസ് there. Fireworks there. അങ്ങനെ ലാസ്റ്റ് ഡേ ഓഫ് കാർഡിഫ് ആണെന്ന്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇന്നത്തെ ദിവസം വേറെ വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. പാക്കൊക്കെ ചെയ്തു എല്ലാം. നല്ല ഡ്രസ്സിങ് ഉണ്ട്. ബുക്ക് ചെയ്യാനായിട്ട് പക്ഷെ വരുന്നില്ല ആരും. ഞങ്ങളെത്തി. ട്രെയിനിലെത്തി. ഇതാണോ ട്രെയിൻ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആക്ച്വലി നിൽക്കുന്നത്.
Dude, you will not eat, ah? What? ഞങ്ങളെത്തി ഐ മീൻ 2-3 ട്രെയിനൊക്കെ പിടിച്ചാൽ ഞങ്ങൾ കയറി വന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. ഇപ്പൊ ഞങ്ങൾ ക്യാബ് ഓടിച്ചിട്ട് എന്താ ഞങ്ങള് വീട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്.